ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ ഇപ്പോൾ നല്ലൊരു എപ്പിസോഡും ഭാഗങ്ങളാണല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്തിനെയും പക്ഷേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ശശിക്ക് ഇഷ്ടമായില്ല ഒഴുകി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള എപ്പിസോഡാണല്ലേ. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ആവുന്നുണ്ട് കേട്ടോ. പതിയെ ശ്രീകാന്തിനെയും വർഷയും ശശി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. നമ്മുടെ സച്ചിയുടെ റൂമാണല്ലോ ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട് ചന്ദ്ര വിട്ടുകൊടുക്കുന്നത്. അതേ ചൊല്ലി നമ്മുടെ ശ്രീകാന്തിനെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ഭാഗം നമുക്ക് ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും. അതിന് ശേഷം വരുന്നൊരു ഭാഗമാണിത്. അതായത് തൻ്റെ റൂം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും സാധനങ്ങളെല്ലാം തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ പ്രമോയിൽ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് വർഷ അവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് വർഷ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വർഷ ചിലപ്പോൾ വഴക്കുണ്ടാക്കി പോകുമെന്നൊക്കെയുള്ള ടെൻഷനും ഉണ്ട് കേട്ടോ. എന്നാൽ അവിടെ സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. അന്നേ ദിവസം രാത്രിക്ക് സച്ചി ഇതേ രീതിയിൽ പെരുമാറിയതിൻ്റെ പേരിൽ ശ്രീകാന്ത് വർഷയോടായിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ആ ഒരു പ്രശ്നം അവിടെ തീർന്നല്ലോ. ഇപ്പം നമ്മുടെ റൂമിലാണ് കിടക്കുന്നത്, പിന്നെ എന്തിനാ ശ്രീകാന്ത് ക്ഷമ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല വർഷ, സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ നീ വീട് വിട്ടു പോകുമെന്ന് ഞാൻ കരുതി. അപ്പോൾ ആ ഒരു ചെറിയൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. നീ രാവിലെ എപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോഴും ഞാൻ വല്ലാതെ ഭയപ്പെട്ടു എന്നൊക്കെ ശ്രീകാന്ത് സംസാരിക്കുകയാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, നീ എവിടെയാണോ ജീവിക്കുന്നത് അതാണ് എൻ്റെ സ്വർഗം. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവുകയില്ല. ഇവിടെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിനക്ക് ജീവിക്കുന്ന ഇഷ്ടം നിന്റെ വീട്ടുകാരൊപ്പമല്ലേ, എനിക്ക് നിന്റെ കൂടെയും. അതുകൊണ്ട് നീ എവിടെ കഴിയുന്നു അതാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ വർഷ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രീകാന്ത് വർഷയെ ചേർത്ത് നിർത്തിയിട്ട് നീ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഒരു മിഡ് നൈറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വർഷ വേഗം തന്നെ ശ്രീകാന്തിനെ തട്ടി വിളിക്കുകയാണ്. ശ്രീകാന്ത് വേഗം പേടിച്ചു കൂട്ടോ, ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് വന്നേ, ഞാൻ ശ്രീകാന്തിനോട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത്, ഈ രാത്രിക്കോ എന്ത് സർപ്രൈസ്? നീ എങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ വർഷ പറയാണ്, വാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ടെൻറ്റ് കാണുകയാണ്. ടെൻറ്റ് കാണുമ്പോഴത്തേക്കും ശ്രീകാന്ത് അതിശയത്തിലൂടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇത് ടെൻറ്റ് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അതുവാ എനിക്ക് മനസ്സിലായി, ഇതെവിടെ നിന്ന് നീ ഇപ്പോൾ രാത്രിക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയില്ലായിരുന്നു, ഇത് മേടിക്കാനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് സച്ചേട്ടൻ റൂം കൈയടക്കി നമുക്ക് റൂമില്ല എന്നാണെങ്കിൽ നമുക്ക് കിടക്കാനൊരു സ്ഥലം വേണ്ട ശ്രീകാന്ത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ടെൻറ്റ് മേടിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അപ്പോൾ വർഷ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ വർഷ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് അന്നേ ദിവസം രാത്രിക്ക് അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിന് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസ് ഒരുക്കുന്ന ഫസ്റ്റ് സർപ്രൈസ് ആണത്. ആ ഒരു സർപ്രൈസ് ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.